എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ടീച്ചേഴ്സ് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് ഒന്ന് ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് ചിലപ്പോൾ പറയണമെന്ന് തോന്നും. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവാൻ ടൈം ഉണ്ട്, നമ്മളും റെഗുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ, വീട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ ഹാപ്പിനെസ്. ചില ക്ലയൻസിൻ്റെ സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സ് അവരെ ജഡ്ജ് ചെയ്തത് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും പേടിയായി പോയിട്ടുള്ള ആളുകളും, ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ പിന്നെ ഐസൊലേറ്റഡ് ആയി പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് ഞാൻ ChatGPT ആയിട്ട് തെറപ്പി ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ അവയർനെസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കായിട്ട് തോന്നുമെങ്കിലും ആളുകൾ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സെൽഫ് അവയർനെസ് എന്നുള്ളത്. ഫ്രണ്ട്സ് തെറാപ്പിസ്റ്റ് ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും അവരുടെ ഐഡിയോളജിയിൽ നിന്നും ആയിരിക്കും പലപ്പോഴും സംസാരിക്കുക. അതിലിപ്പോൾ രണ്ടറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഇയാളുടെ അടുത്ത് ഇഷ്ടക്കൂടുതലുണ്ടെങ്കിൽ നമ്മളവിടെ ഒപ്പീനിയൻസ് പറയുന്നതിൽ ഡിഫറൻസസ് ഉണ്ടാവാം. എൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരിക്കും അവിടെ ഞാൻ പറയുന്നത് മോസ്റ്റ്ലി. വെറുതെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മളുടെ ഒപ്പീനിയൻസും സജഷൻസും നമ്മൾ ആ സിറ്റുവേഷനെ പറ്റി ജഡ്ജ് ചെയ്തിട്ട് നമ്മളൊരു ഇവാലുവേഷൻ കൊടുത്തിട്ട് നീ ഇത് ചെയ്യേണ്ടായിരുന്നു നല്ലത്, അതായിരുന്നു നല്ലതെന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബയസ്ഡ് ആവാം. ചിലപ്പോൾ ചില ആളുകൾക്ക് വെറും സംസാരത്തിൽ മാത്രം ഓക്കെ ആവുന്ന കണ്ടീഷൻസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചില റെസ്പോൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരാളുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ തോന്നാത്ത അവസ്ഥയിലുള്ള റെസ്പോൺസസ് കൊടുക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്സിനെ കുറ്റം പറയണമല്ല കേട്ടോ. ഇപ്പം ചില ക്ലയൻസിൻ്റെ സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സ് അവരെ ജഡ്ജ് ചെയ്തത് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും പേടിയായി പോയിട്ടുള്ള ആളുകളും, ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ പിന്നെ ഐസൊലേറ്റഡ് ആയി പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അങ്ങനത്തെ കുറേ ഡിഫറൻസസ്, ഫ്രണ്ട്സ് മാത്രമല്ല, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും നമ്മൾ ചുറ്റുള്ള ആരുടെ അടുത്തൊക്കെ പോയി ഷെയർ ചെയ്യുകയാണെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാണ്, നിങ്ങളെ മനസ്സിലാക്കി കേൾക്കാൻ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളെ കറക്റ്റ് രീതിയിലേക്ക് നീ ഇപ്പോൾ ഹെൽപ്പ് എടുക്കേണ്ട ഒരു ഏരിയയിൽ ആണ് തോന്നുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ആളുകളുടെ പ്രശ്നമാണ് തീർത്തു കൊടുക്കാൻ. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് പ്ലാൻ ചെയ്യുന്നു, നമ്മൾ അതിനുള്ള പരിപാടികളെല്ലാം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ, നമ്മുടെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഈ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ആക്ഷൻസ് നമ്മളുടെ തോന്നലിൻ്റെ പുറത്ത് നമ്മൾ ബയസ്ഡ് ആയിട്ടൊക്കെ ആയി പോവാം. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കോൺവെർസേഷൻ നടത്തിയിട്ട് അവർക്ക് തന്നെ എല്ലാം അറിയാം, അവർക്ക് തന്നെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ക്ലട്ടേർഡ് ആയി പോകും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സജഷനോ ഒപ്പീനിയനോ ഉപദേശമോ കൊടുക്കാതെ അവരെ കൊണ്ട് തന്നെ അവർക്ക് എന്താണ് എന്നുള്ളത് കേട്ടിരിക്കാന്ന് മാത്രം ചെയ്താൽ അവർക്ക് തന്നെ അറിയാം, അവരായിട്ട് റിഫ്ലക്ട് ചെയ്ത് വരട്ടെ. ശരിക്കും ഒരാളുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ നിശ്ചയിക്കുന്നത് അയാളുടെ ജീനാണോ അതോ വളർന്നു വരുന്ന സിറ്റുവേഷനാണോ, ചുറ്റുപാടാണോ? രണ്ടിനും റോള് ഉണ്ട്. ഇതുകൊണ്ട് അതങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മളതിനെപ്പോഴും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള എളുപ്പത്തിൽ പറയാം. ഒരു ഗണ്ണ് ലോഡഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ജീനുണ്ട് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ട്രിഗർ പുള്ള് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുള്ളൂ. അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ട്, അത് അവിടെ ഇരുന്നോളും, പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ പോലും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ സ്ട്രെസ്സേഴ്സ്, ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, അബ്യൂസസ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലൂടെ ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഈ ജീനിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഓണാക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾക്ക്
ഒരു ജെനറ്റിക്കൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും മേ ബി ഓട്ടിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കും. അവിടുത്തെ എല്ലാ ആളുകൾക്കും അതുപോലെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ അല്ലെ. ഇപ്പോൾ ജീൻ കാരണം ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ ഒരേ പാരന്റിന്റെ മക്കളാവുമ്പോൾ എന്നാൽ എല്ലാവർക്കും അത് ഉണ്ടാവണ്ടേ? ഇല്ലല്ലോ. അപ്പം ജീനുകൾ ഉണ്ടെങ്കിൽ പോലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും നല്ല റോളുണ്ട് അത് പ്രസന്റ് ആവണോ ആവണ്ടയോ എന്നുള്ളതിൽ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇവാലുവേഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്തെ ജെനറ്റിക്സ് ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ ചില അസുഖങ്ങൾക്കൊക്കെ എന്താണ് റീസൺ എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്നുപോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ബ്രെയിനകത്തൊരു കെമിക്കൽ ചേഞ്ചസ് വന്നു, സിംറ്റം പ്രസന്റേഷൻസ് ഉണ്ടായി. എന്തുകൊണ്ട് ആ കെമിക്കൽ ചേഞ്ച് വന്നു എന്നുള്ളതിന് നമുക്കൊരു റീസണിങ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അപ്പം എന്തുകൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതിൽ എപ്പോഴും ജീനിനെ വെച്ചിട്ടോ, ഇപ്പം പണ്ട് പറയുമായിരുന്നില്ലേ നമ്മൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ഫാമിലീസിന് മാരേജ് ബുദ്ധിമുട്ടാവുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചില ടൈപ്പ് ഓഫ് അസുഖങ്ങൾ അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ അസുഖങ്ങളും അങ്ങനെയല്ല. ലൈക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന ചില ബുദ്ധിമുട്ടുകൾ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഫോം ചെയ്യുന്നതിലും നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിൽ, നമ്മളെങ്ങനെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. യെസ്, ജീനിന് റോൾ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അത് സിംറ്റം പ്രസൻറ്റേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസും കൂടി പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ചില കേസിൽ മാത്രം ജീൻ ഉണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കുഞ്ഞിലേ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ കുട്ടികളിലുണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ ചെറുപ്പത്തിൽ, അത് പേരന്റിങ്ങിന്റെ സ്റ്റൈല് മാറിയതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുന്നതാണോ? മനസ്സിലാക്കണമെങ്കിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കുറേ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവുമല്ലോ, അവർക്ക് കുട്ടികളെ പുറത്തോട്ട് വിട്ട് കളിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വളരുന്ന കുട്ടി, ഇപ്പോൾ മോസ്റ്റ്ലി കപ്പിൾ അത്രയാണ് വളർത്തുന്നതെങ്കിൽ അവർക്ക് സംസാര പരിമിതികൾ ഉണ്ടാവാം, സ്പീച്ചിൻ്റെ പ്രശ്നങ്ങൾ, ചിലർക്ക് എഴുതാൻ അറിയാം സംസാരിക്കാൻ പറ്റില്ല, ചിലർ സംസാരിക്കുന്നത് സ്ലോ ആയിരിക്കും, വാക്കുകളൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും, ചിലർക്ക് ഈ പറഞ്ഞ കോർഡിനേഷൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് ശരിക്കും പേരൻറ്റിങ്ങിൻ്റെ ഒരു പാരൻറ്റിങ്ങിന് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അത് എവിടെയാണ് എഫക്റ്റഡ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞതുപോലെ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ സ്പീച്ച് തെറപ്പി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർലി സ്റ്റേജസിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടികളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെപ്പോഴും അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാനും റീഹാബിലിറ്റേഷൻ ത്രൂ അവരുടെ കാര്യങ്ങളും അവർക്കൊരു സൊസൈറ്റിയിൽ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ഇൻവോൾവ് ആവാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനുള്ള രൂപത്തിലാണ് റീഹാബിലിറ്റേഷൻ നമ്മളെപ്പോഴും നോക്കുക. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം ടീച്ചേഴ്സ് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് ഒന്ന് ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് ചിലപ്പോൾ പറയണമെന്ന് തോന്നും. പക്ഷെ സംസാരിക്കുന്നതിലോ നമ്മൾ വിളിക്കുമ്പോൾ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കണില്ല എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർ ചില രീതിയിൽ റിപ്പറ്റേറ്റീവ് ആക്ഷൻസോ കാര്യങ്ങളോ ചെയ്യുമ്പോഴോ അങ്ങനെ കുറേ സിംറ്റം പ്രസൻറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഏർലി സ്റ്റേജസിൽ തന്നെ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ളതും പാരൻസിന് പറഞ്ഞു കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കാനും പറ്റും. പാരൻറ്റിങ്ങിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാരൻസും ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോവാം. അപ്പോൾ അവർ ദേഷ്യപ്പെടുന്ന രീതികൾ കുട്ടികളിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കും. ചിലപ്പോൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക എന്നുള്ള രൂപത്തിൽ വരും. ചിലപ്പോൾ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ട്രേറ്റ്സ് കുട്ടികളിൽ ബിൽഡായിട്ട് വരാം. മറ്റു കുട്ടികളിൽ നമ്മൾ സാധാരണ പാരൻറ്റിങ് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ പാറ്റേൺസുകളൊക്കെ ഈ കുട്ടികളിലും ഒരേപോലെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ കുട്ടികൾക്ക് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറ്റൻഷനും കെയറും കൊടുത്താലേ അവർക്കൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ തന്നെ പറ്റുള്ളൂ. കാരണം അവരത് പലതും ഇന്റൻഷനലി ചെയ്യണമല്ല, അവരുടെ ബ്രെയിനിലുള്ള സ്ട്രക്ചേഴ്സിൽ അങ്ങനത്തെ ഡിഫറൻസസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് പലതും മറ്റുള്ളവരെ പോലെ ചെയ്യാൻ പറ്റാത്തത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, എത്ര സമയം എടുത്താലും അത് എഴുതി തീർക്കില്ല, എപ്പോഴും എന്നിട്ട് മറ്റുള്ളവരുടെ നോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വേണം എഴുതി കൊടുക്കാൻ.
പാരൻസിനെ നോക്കുമ്പോൾ എക്സ്ട്രാ പണിയാവും, മറ്റുള്ള കുട്ടികളെ പോലെ ചെയ്യണില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ആ കുട്ടി ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു താരസമയം ഒരാൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കുട്ടികളുടെ ആക്ച്വൽ സ്ട്രഗിൾ എന്താണെന്നുള്ളത്. അത് നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ അടി കൊടുത്തിട്ടോ ശരിയാവില്ല. അത് കൂടുതൽ കുട്ടികളെ ഷട്ട് ഡൗൺ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവാക്കി മാറ്റുകയേ ഉള്ളൂ. സോ പാരൻറ്റിങ്ങിന് എല്ലായിടത്തും ഉള്ള റോള് പോലെ തന്നെ ഇതിനകത്തും നല്ല റോളുണ്ട്. പക്ഷേ എക്സ്പോഷറും റീഹാബിലിറ്റേഷനും അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വർക്കിംഗ് വിമനും അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള വിമൻ ഇപ്പോൾ പണ്ട് പറയും ഇപ്പം എന്താ പറയുക അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിലുണ്ടാവും, കാക്ക പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ കഴിപ്പിക്കെടുക്കുക. ഇപ്പം ഈ സെയിം ഇതേ തന്നെ റിലേറ്റഡ് പറയുമ്പോഴത്തേക്കിനും ഈ രണ്ട് വിഭാഗം വളർത്തുന്ന കുട്ടികളുണ്ടാവുള്ളൂ. ഇപ്പം എംപ്ലോയിഡ് ആയിട്ടുള്ള മോംസ് പിന്നെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള മോംസ്, ഇവർ രണ്ടുപേരും വളർത്തുന്ന കുട്ടികൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറയാ എനിക്ക് ചില കാര്യത്തിൽ ഇതിലൊന്നും സൈക്കോളജിക്കൽ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനെ ചിലയിൽ എനിക്ക് പറയാൻ പറ്റും. ഹാപ്പി ആയിട്ടുള്ള എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു വർക്കിംഗ് മദർ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നും. ഓക്കെ, പാരന്റ് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി ടൈം കൊടുക്കാൻ ഉണ്ടാവും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലൈഫിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളും ഒക്കെ പഠിക്കാനും ഒക്കെ നമുക്ക് വർക്കിംഗ് മദർ ആണെങ്കിലും പറ്റും. മനസ്സിലായോ? ഇപ്പം ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാരുടെ ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയുകയല്ല. പക്ഷെ ഓവർ ഇൻവോൾവ് ആവാതിരിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മളത് മാത്രം നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുത്ത് നമ്മളിൽ ഡിപ്പെൻഡൻസി അവർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ കുട്ടികളാണ് ലൈഫ് എന്ന് പറഞ്ഞിരുന്നിട്ട് കുട്ടികൾ വലുതായി കുറച്ച് പോയി കഴിഞ്ഞാൽ എന്താണിപ്പോൾ ലൈഫിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതൊന്നും ചിലപ്പോൾ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്ന സ്റ്റേജിൽ നമ്മൾ ആലോചിക്കില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈഫുണ്ട്, കുട്ടികൾക്കും ഉണ്ട്. അവർക്ക് അവരെ ഗൈഡ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു അഡൾട്ട് ഫിഗറായിട്ട് നമ്മൾ നിൽക്കുക. അത് ഹാപ്പി ആയിട്ട് നിൽക്കുക. ഹാപ്പി ആയിട്ടുള്ള ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു അഡൾട്ട് ഫിഗർ ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവാൻ ടൈം ഉണ്ട്, നമ്മളും റെഗുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകളും ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ വീട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ ഹാപ്പിനെസ്. ഞാൻ ഇത്ര ഉദ്ദേശിച്ചുള്ള കുട്ടീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഹാപ്പിനെസ് അറ്റാച്ച് ചെയ്യരുതെന്നേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാണെങ്കിലും ഓക്കെയാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ എന്താ പറയുക ഓൺലൈനുമായിട്ട് കൂടുതൽ ഇപ്പോൾ ChatGPT പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഹെർ എന്ന മൂവിയിൽ AI-യുമായിട്ട് പ്രണയത്തിലാവുകയാണ് നായകൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ChatGPT-യിൽ എപ്പോഴും നമ്മൾ ആശ്രയിക്കും. എന്തെങ്കിലും ഇപ്പം നമ്മുടെ വിഷമമാണെങ്കിലും പലപ്പോഴും നമ്മൾ അങ്ങനത്തെ കോൺവെർസേഷൻസും നടത്താറുണ്ട്. അതും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ തിരിച്ചയാൾ ഇൻവാലിഡേറ്റ് ചെയ്യോ ജഡ്ജ് ചെയ്യോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ChatGPT-ൻ്റെ അടുത്ത് പറയാണ് നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള കംഫർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കണം എൻ്റെ അടുത്ത് എന്നുള്ളതോ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാണ്ടെന്നുള്ളതോ എപ്പോഴും ChatGPT-ൻ്റെ ആൻസേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഈവൻ നമ്മൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി ചോദിച്ചാൽ പോലും അതിനൊരു ന്യൂട്രൽ ആൻസർ അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യാത്ത രൂപത്തിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കംഫർട്ട് പലർക്കും ആക്ച്വലി ഉണ്ടാവാറുണ്ട്. പലരും സെഷൻസിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഓൺലൈനായിട്ട് ഞാൻ ChatGPT ആയിട്ട് തെറപ്പി ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് അതാണ്. അവരൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. ഇമ്മീഡിയറ്റ് റിലീഫ് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യണം, ഒന്ന് സമാധാനമാവണം. അപ്പം അതിനുള്ള ഈസി ആക്സസ് അതാണെങ്കിൽ അവർ പോയി പോണതാണ്. പക്ഷെ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, ഡിപ്പെൻഡൻസി ആണോ എന്നുള്ളത് അപ്പം മനസ്സിലാവണമെന്നില്ല. ഏറ്റവും പ്രധാനം കേൾക്കാൻ ഒരാളില്ലാതെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ. ബേസിക്കലി എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള സ്കില്ലും അവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ പറയുന്ന പല ബിലീഫ്സും തോട്ട് പാറ്റേൺസും നമ്മൾ എവിടേക്കോ എപ്പോഴേക്കോ ഫോം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് കുറേ ബ്ലോക്സ് ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ്.
പലപ്പോഴും തെറപ്പി സെഷനിൽ നമ്മളിരുന്നൊരു പ്രോപ്പർ തെറപ്പി അങ്ങ് എടുത്ത് സെഷൻസ് എടുത്ത് അങ്ങനെ പോകേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കോൺവെർസേഷൻസും റിഫ്ലക്ഷൻസും മതിയാവുമായിരിക്കും അവർക്ക് അവരുടെ സ്ട്രെങ്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അത് മതിയാവുമായിരിക്കും അവർക്ക് അവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനോ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനോ നമ്മൾ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കറിയാം. ചിലപ്പോൾ അത് അവരായിട്ട് പറയുമ്പോൾ അവർക്കൊരു റിയലൈസേഷൻ വരുന്നുണ്ടാവും. നമ്മൾ അവയർനെസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കായിട്ട് തോന്നുമെങ്കിലും ആളുകൾ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സെൽഫ് അവയർനെസ് എന്നുള്ളത്. അതേപോലെ ഇപ്പോൾ ഈ അടുത്തിടെ നടന്നൊരു സംഭവമില്ലേ, ഷിംജിതയുടെ കേസ്, ബസ്സിൽ വെച്ചിട്ട് നടന്ന ആ സംഭവം. അവർ കുറേ ടേംസ് ഒക്കെ പറയുന്നുണ്ട്. അവർ ആക്ച്വലി കൺസൾട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം അവർ ഒരുപാട് ടേംസ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഒരു കൺസൾട്ടൻറ്റിന് അത്രയും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളുടെ മാനസിക? ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണല്ലോ കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറയാനുള്ളൊരു ഇത്. ടെക്നിക്കലി നമ്മൾ തിയററ്റിക്കലി ബുക്കിൽ സാധനം പഠിക്കണതോ പ്രാക്ടിക്കലി അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ക്ലിനിഷ്യൻ്റെ ഒരു സ്കില്ലും കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ടെക്നിക്കൽ ടേംസ് ബുക്ക് പഠിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം. മനസ്സിലായോ? ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ലൈസൻസോ മറ്റേ സർട്ടിഫിക്കേഷൻസോ ഒന്നും ആവശ്യമില്ല. കുറേ ബുക്കിരുന്ന് വായിച്ച് സൈക്കോളജി പഠിച്ചിട്ട് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ടേംസ് യൂസ് ചെയ്യുന്നതോ അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഉപരി ഒരു മനുഷ്യനെ അയാളുടെ അവസ്ഥയിൽ എങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണു. മനസ്സിലായോ? എംപതി, കമ്പാഷൻ എന്നൊക്കെ പറയുന്ന ടേംസ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റണോ അപ്പോഴാണ് നിങ്ങളൊരു ഗുഡ് ക്ലിനിഷ്യൻ ആവാന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലായോ? ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് പിന്നെയും പഠിച്ചെടുക്കാനും ഒക്കെ പറ്റും. ഈ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാനും കണ്ടു കുറേ വീഡിയോസ് പലരും ചെയ്യുന്നതും പലരും പറയുന്നതും ഒക്കെ. ഇങ്ങനത്തെ പല ഇവൻറ്റ്സിനെ കാണാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. പക്ഷേ വെറുതെ മനസ്സിലായി. അതായത് എല്ലാവരും എന്തൊക്കെയൊക്കെയോ കുറേ ടെക്നിക്കൽ സാധനം പറഞ്ഞിട്ട് ഒരു സൈഡ് അവിടെ പറയുന്നു ഒരു സൈഡ് ഇവിടെ പറയുന്നു. ആ റിയാലിറ്റി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ. ഞാൻ ആ പേഴ്സണിൻ്റെ കാര്യത്തിൽ അയാൾ എന്തൊക്കെ ഫീലിങ്സിലൂടെ പോയത് കൊണ്ടാണ് അയാൾ അങ്ങനത്തെ ഒരു ആക്ഷനിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പുറത്തുള്ള ആളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് പിന്നെയും നമുക്ക് പല രീതിയിൽ കാണുമ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തോന്നിപ്പോവും. കാരണം ഫ്രീസ് റെസ്പോൺസ് എന്നൊക്കെ പറയുന്ന റെസ്പോൺസസ് ആണ് പലപ്പോഴും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ സ്പേസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീസായി പോവും അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്തു പോകും. പൊതുവെ ഈ രണ്ട് ഫേസസിൽ ഏതെങ്കിലും ആണ് മെജോറിറ്റി ടൈം നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ പോവാം. മെജോറിറ്റി ടൈമിൽ നമ്മൾ ഫ്രീസായി പോവായിരിക്കാം ഉണ്ടാവുന്നത്. അല്ലാത്ത ആളുകൾ കണ്ടിട്ടില്ലേ അടി അപ്പം തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത രൂപത്തിലുള്ളൊരു റെസ്പോൺസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടക്കം തോന്നിപ്പോവും. മനസ്സിലായോ? പിന്നെ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ചോദിക്കുക പറയുക എന്നൊക്കെ പറയുന്ന ഒരു കുറേ സ്റ്റെപ്സ് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യായിരുന്നു. പറയില്ലേ, നമ്മൾ പറയാൻ വയ്യെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പറയാം, നമ്മൾ ആരെങ്കിലും വിളിച്ച് പറയാം, നമ്മളത് ഷൂട്ട് ചെയ്ത് കാണിക്കുക, പോലീസ് സ്റ്റേഷനിൽ പോവാം. അവിടെയുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഡ്രൈവറോ മറ്റു ആളുകളോ ആയിരിക്കാം, അവരുടെ അടുത്ത് പറയുമായിരിക്കും. അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചോദിക്കുമായിരിക്കാം. പിന്നെ ചോദിക്കാനൊന്നും പറ്റാത്ത രൂപത്തിലാണെങ്കിൽ നമ്മൾ ഫ്രീസായി പോകണം അല്ലേ? പക്ഷെ അവിടെ ഫ്രീസായി നിൽക്കുന്നൊരു റിയാക്ഷനും അല്ല നമ്മൾ കാണുന്നത്. അപ്പം ആളുകളുടെ മൈൻഡ് സ്റ്റേറ്റിനെയും നമ്മൾ സൈസും ബോഡിയും രീതിയും ആണ് എന്നുള്ള സാധനമൊന്നും വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യരുത്. ആളുകളുടെ ഉള്ളിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പുറത്തേക്ക് കാണുന്ന ഒരു ഇമേജ് വെച്ചിട്ട് ജഡ്ജ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് തോന്നിയ പോലെ ആക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് അവരാക്കൂല. എപ്പോഴും അപ്പുറത്തെ ആളെ കൺസിഡർ ചെയ്ത് മാത്രം പെരുമാറാൻ ശ്രമിച്ചാൽ നല്ലതായിരുന്നു. താങ്ക് യു ഒരുപാട് നന്ദി. ഞാൻ ആക്ച്വലി നല്ലൊരു ടോക്കായിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്.